ഈ നിപ്പ രോഗബാധയിൽ നമുക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഒഴിവായി നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പോൾ എന്തുകൊണ്ട് പൂർണ്ണമായും ഒഴിവായിട്ടില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴെല്ലാം ഓരോ മരണങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് നമുക്ക് എപ്പോഴും ബാക്കിയാവുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടത് എന്താണ് നിപ്പ എന്നുള്ളതാണ്, അതുപോലെ രോഗം എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതും. കാവ്യശ്രീ തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ വീഡിയോ കാണാം. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് 2018 ഇത്തരത്തിൽ ഒരവസ്ഥയിലൂടെ സംസ്ഥാനം കടന്നുപോയത്. എന്നാൽ ജാഗ്രതയോടെ കേരള സമൂഹം രോഗവ്യാപനത്തെ പ്രതിരോധിച്ചു. സമാനമായി ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം വീണ്ടും വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്ക് പരിശോധിക്കാം എന്താണ് നിപ്പ, എങ്ങനെ ജാഗ്രത പാലിക്കണം, എത്തരത്തിൽ അതിനെ പ്രതിരോധിക്കാം. ഹെനിപ്പ വൈറസ് ജനസിലെ നൈപ്പ വൈറസ് പാരമിക്സോ വൈറഡോ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസ് ആണ് നിപ്പ. 1998 അത്യന്തം അപകടകാരിയായ ഈ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. വവ്വാലിൽ നിന്നാണ് നിപ്പ വൈറസ് പകരുന്നത്. വൈറസ് ബാധിച്ച വവ്വാലുകളിൽ നിന്ന് ഇത് മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും എത്തുന്നു. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 14 ദിവസം വരെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ എടുക്കുന്ന സമയം. നിപ്പ വൈറസ് ബാധ എങ്ങനെയെല്ലാം പകരും എന്ന് നോക്കാം. രോഗവാഹികളായ വവ്വാലുകൾ കടിച്ചതോ അവയുടെ സ്രവം പുരണ്ടതോ ആയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിലൂടെ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നു. വവ്വാലുകളുടെ സ്രവം, വിസർജ്യം എന്നിവ പതിച്ച ജലസ്രോതസ്സുകളിലൂടെയും നിപ്പ മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പടരാം. വൈറസ് ബാധിച്ച വ്യക്തികളുമായി അടുത്തിടപഴകുക വഴി രോഗം മറ്റുള്ളവരിലേക്കും ബാധിക്കുന്നു. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവങ്ങൾ പരിശോധിച്ചാണ് രോഗനിർണയം നടത്തുന്നത്. ഇതിനൊപ്പം രക്തം, മൂത്രം, തലച്ചോറിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയുടെ സാമ്പിളുകളും പരിശോധിക്കുന്നു. പനിയോടുകൂടിയ ശരീരവേദന, തലവേദന, തൊണ്ടവേദന, ചുമ, ക്ഷീണം എന്നിവയാണ് രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിച്ചാൽ ഛർദി, ശ്വാസതടസ്സം, അപസ്മാരം, ബോധക്ഷയം, മാനസിക വിഭ്രാന്തി, കാഴ്ചമങ്ങൽ തുടങ്ങിയവയും പ്രകടമാകുന്നു. പലപ്പോഴും രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ ഗുരുതരമാവുകയും ചെയ്യുന്നു. പിന്നീട് ശ്വാസകോശത്തെയും തലച്ചോറിനെയും ഒരുപോലെ ബാധിക്കുന്നു. മസ്തിഷ്ക ജ്വരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നിലവിൽ നിപ്പ വൈറസ് ബാധയ്ക്ക് മരുന്ന് കണ്ടെത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആന്റിവൈറൽ മരുന്നുകൾ നൽകിയുള്ള ചികിത്സയാണ് രോഗികൾക്ക് നടത്തിവരുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലൂടെ രോഗം പടരാതെ തടയാനാകും. പക്ഷികളോ മൃഗങ്ങളോ കഴിച്ചതോ അത്തരത്തിൽ കാണപ്പെട്ടതോ ആയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാതിരിക്കുക. കിണറുകളും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളും വവ്വാലുകളുടെ വിസർജ്യം വീഴാത്ത തരത്തിൽ വൃത്തിയായി സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളിൽ നിന്നും അവയുടെ വിസർജ്യങ്ങളിൽ നിന്നും അകലം പാലിക്കുകയും വ്യക്തി ശുചിത്വം പാലിക്കുകയും ചെയ്യുക. പനിയോ അനുബന്ധ രോഗലക്ഷണങ്ങളോ ഉള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കണം. കയ്യുറയും മാസ്കും ധരിക്കുന്നതിലൂടെ രോഗവ്യാപനം തടയാം. രോഗിയുമായി അടുത്തിടപഴകുമ്പോൾ നിർബന്ധമായും N95 മാസ്കും PPE കിറ്റും ഉപയോഗിക്കുക. കോവിഡ് രോഗബാധയേക്കാൾ അപകടകാരിയാണ് നിപ്പ വൈറസ്. മരണനിരക്കും താരതമ്യേന കൂടുതലാണ്. നിലവിൽ ഓസ്ട്രേലിയയിൽ നിന്ന് മരുന്നെത്തിച്ചാണ് ചികിത്സ നൽകുന്നത്. ജാഗ്രത പാലിക്കുക എന്നതാണ് രോഗം പടരാതിരിക്കാനുള്ള ഏക മാർഗം. അതിനാൽ ആരോഗ്യ പ്രവർത്തകരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക.